ആനനെ പിന്നെ ആനയല്ലായിട്ട് പിന്നെ എന്ത് പറയായിട്ടാണ് കണക്കാക്കുക? ആന നാട്ടാനയെന്നോ കാട്ടാനയെന്നോ പേരില്ല അതിന്. കാട്ടിൽ സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കേണ്ട, കാട്ടിലുള്ള ഏറ്റവും വലിയ ഭാരം കൂടിയ ഏറ്റവും വലിയൊരു വന്യജീവി അതാണ് ആന. അതിനെ പിടിച്ചു കൊണ്ടുവന്നിട്ട് കാലിനും അവിടെ എവിടെയും ചങ്ങലിട്ട് പിടിച്ചുകൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് മെരുക്കി എടുത്തിട്ട് അതിനിവിടെ ഓരോ പരിപാടിയിൽ അതിനെ ഉപയോഗിക്കുക, പൈസ മേടിക്കുക. ഈ ഒരു ടോർച്ചറിങ് കാണാൻ വേണ്ടിയിട്ടാണ് പല ആളുകളും ആനപ്രേമി ആനപ്രേമി എന്ന് പറഞ്ഞ് നടക്കുന്നത്. ഇതിനൊന്നും പ്രതികരിക്കുന്നതായിട്ട് ഇവിടെ ഉള്ള ഒരൊറ്റ ഇൻഫ്ലുവൻസർമാരെയും കണ്ടിട്ടില്ല. അതുപോലെ ഇവർ തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഒരു ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് ആനനെ കൊണ്ടുപോയിട്ട് ആനക്ക് മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരുപാട് പ്രമുഖ ഇൻഫ്ലുവൻസേഴ്സ്മാരും ഉണ്ട്. ആനയാണ് വിഷയം. ഇദ്ദേഹത്തെ നിങ്ങൾ പലർക്കും അറിയായിരിക്കും. ഒരു ക്രിയേറ്ററാണ്, റിയാക്ഷൻ ഒക്കെ ചെയ്യുന്ന അഷ്കർ ടെക്കി എന്ന് പറയുന്ന ഒരു ക്രിയേറ്റർ. അപ്പൊ ഇദ്ദേഹം ഇതിനകത്ത് പ്രതിപാദിച്ച ഒരു അസോസിയേഷന്റെ കാര്യം പറഞ്ഞു. ആനയെ കൊണ്ടുവന്ന് മെമ്പർഷിപ്പ് കൊടുത്തു, കാര്യങ്ങളൊക്കെ. അപ്പൊ ആ അസോസിയേഷനിലെ ഒരു എക്സിക്യൂട്ടീവ് അംഗം കൂടാണ് ഞാൻ. മാത്രമല്ല എനിക്ക് ഒരുപാട് പേര് സെൻഡ് ചെയ്തായിരുന്നു നിങ്ങളുടെ അസോസിയേഷനിൽ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഇതിൽ തീർച്ചയായിട്ടും ഒരു പ്രതികരണം അറിയിക്കേണ്ടത് എന്റെ ബാധ്യതയാണ്. അതും തന്നെ പറയട്ടെ, ഇദ്ദേഹത്തിന്റെ ഫുൾ വീഡിയോ നിങ്ങൾ പോയി കാണണം. അദ്ദേഹത്തിന്റെ പേജ് കിടപ്പുണ്ട്, അഷ്കർ ടെക്കി എന്ന് പറയുന്ന പേജിൽ കിടപ്പുണ്ട്. എനിക്ക് ഭയങ്കര പനിയും ബുദ്ധിമുട്ടുമായിട്ട് ആന്റിബയോട്ടിക് എടുത്തിട്ട് റെസ്റ്റിലായിരുന്നു. അപ്പൊ ഈ ഒരു വീഡിയോ എനിക്ക് പലരും അയച്ചു തരുന്നുണ്ട്. എത്ര വേഗം ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇദ്ദേഹം ഇതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം 100% ഞാൻ യോജിക്കുന്നു. 100% യോജിക്കുന്നു എന്ന് പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തതാണ്. അഷ്കർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അഷ്കർ കാണാതിരിക്കുക, അതിൽ നമുക്ക് കാര്യമില്ല. കാരണം അഷ്കർ ഈ വിഷയത്തിൽ വ്യക്തമായ പോയിന്റ് പറയുന്ന ആളാണ്. അപ്പൊ അഷ്കർ കാണുന്നതിലുപരി മറ്റുള്ള ജനങ്ങൾ കാണേണ്ട കാര്യമാണ്. അതായത് പാലക്കാട് ചന്ദനക്കുടത്തിന് ആനയെ കൊണ്ടുവന്നു. അത് മതപരമായ ഒരു ആചാരം എന്നുള്ള രീതിയിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു മതപരമായിട്ടുള്ള ഞാൻ വിശ്വസിക്കുന്ന ഇസ്ലാമികപരമായിട്ടുള്ള രീതിയിൽ ഇതിനൊന്നും ഒരിക്കലും ഒരു അടിസ്ഥാനമില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റും. കാര്യം പറഞ്ഞാൽ അന്യ മതത്തിൽ പെടുന്ന മറ്റു മതത്തിൽ പെടുന്ന ആളുകളുടെ ഇടയിലേക്ക് അവർ ഉത്സവത്തിൽ ആനയെ കൊണ്ടുവരുന്നതിന് അതിന് അവരുടെ വിശ്വാസപരമായിട്ടോ ഐതിഹ്യപരമായിട്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇസ്ലാമികപരമായിട്ട് ഈ പറയുന്ന ചന്ദനക്കുടം എന്നൊക്കെ പറഞ്ഞിട്ട് ആനയെ കൊണ്ടുവന്ന് ആണ്ട് തിരച്ചിക്ക് ആനയെ കൊണ്ടുവന്ന് ആളെ ചവിട്ടി കൂട്ടിയതിന് അതിൽ എനിക്ക് പറയാൻ പറ്റും. കാര്യം ഞാൻ ഇവിടെ അത് പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ച വിശ്വാസത്തിൽ എന്നെ പഠിപ്പിച്ച പണ്ഡിതന്മാരോ അങ്ങനെ ഒരു വിശ്വാസം പഠിപ്പിച്ചിട്ടില്ല ആനയെ കൊണ്ടുവരുന്നത് ഇങ്ങനത്തെ പരിപാടികൾ. അപ്പൊ അതിനെ പറ്റി ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്യുന്നത് ശുദ്ധമായി വിവരക്കേടാന്നുള്ള കാര്യത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളിലും ഈ പറയുന്ന പോലെ അഷ്കർ പറഞ്ഞതുപോലെ ആന കൃത്യമായിട്ടൊരു വന്യജീവി തന്നെയാണ്. പിന്നെ ഇനി ഈ പറയുന്ന ഇൻഫ്ലുവൻസേഴ്സിന്റെ വിഷയത്തിലേക്ക് വരാം. അന്ന് ഇത് കഴിഞ്ഞ വിഷയമാണ്. ഓൾറെഡി അതിന് റിപ്ലൈയും റിയാക്ഷനും കാര്യങ്ങളും എല്ലാം വന്ന് വിഷയം മാറിയതാണ്. പിന്നെ ഇപ്പൊ ആനയുടെ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്കിനും ഉറപ്പായിട്ടും ഇങ്ങനത്തെ വിഷയങ്ങൾ പൊക്കിക്കൊണ്ട് വരുമല്ലോ. മാത്രമല്ല ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ അപ്പോളജൈസ് ചെയ്തു, നമ്മളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് തീർച്ചയായിട്ടും 100% അതിൽ നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്, സമ്മതിക്കുന്നു. നമ്മൾ നല്ല നന്മയായിട്ടോ അല്ലെങ്കിൽ ന്യായീകരിച്ച് മെഴുകാനോ ഒന്നല്ല. അന്നൊരു സിറ്റുവേഷനിൽ നമ്മൾ ഒട്ടും പ്ലാൻഡ് അല്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു, അത് സംഭവിച്ചു പോയി. നമുക്ക് പലർക്കും സ്റ്റേജ് ചുമതലയും അതേപോലെ തന്നെ പലമാതിരി ചുമതലയായിട്ട് നിന്ന സമയത്ത് അവിടെ നമ്മൾ എന്തോ രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പെട്ടെന്നത് നമ്മൾ അങ്ങനെ സംഭവിച്ചു പോയി. അത് തീർച്ചയായിട്ടും നിരുപാധികം എല്ലാവരോടും ഒരു എക്സിക്യൂട്ടീവ് എന്ന രീതിയിൽ പോലും അത് നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്കാന്ന് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അത് ഇനി ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മര്യാദ. പറ്റിപ്പോയി, മനുഷ്യനല്ലേ, തെറ്റുപറ്റാത്തവരായിട്ടാരും ഇല്ലല്ലോ. നമുക്കത് പറ്റിപ്പോയി. ചെയ്ത് വലിയ നല്ല കാര്യമാണെന്നോ ആളുകളെ പ്രീതിപ്പെടുത്താനാണെന്നോ അല്ലെ ആന സ്നേഹികളെ ബോധിപ്പിക്കാനാണെന്നൊന്നുമില്ല. അന്ന് നമുക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടായില്ല എന്നുള്ളത് റിയാലിറ്റിയാണ്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ആ കൊണ്ടുവന്ന ആന ഇവിടെ ഒരു പ്രശ്നം അതിനുശേഷം നമ്മുടെ പ്രോഗ്രാമിന് ശേഷം ഒന്നും ഉണ്ടാക്കിയിട്ടുമില്ല. അത് നമ്മളിവിടെ പറയേണ്ട കാര്യമില്ല. ഈ പറഞ്ഞതുപോലെ കാര്യം അത് നമ്മുടെ പ്രോഗ്രാമിനായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യം നമുക്ക് പറഞ്ഞാൽ, പക്ഷെ അതിനുശേഷം ആന ഒരു പ്രശ്നം ആർക്കും ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ല, ന്യായീകരിക്കുമല്ല. നമ്മുടെ ആ പ്രോഗ്രാമിന് ആനയെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായില്ല. പക്ഷേ വേറെ ഈ പറയുന്ന ഉത്സവങ്ങളിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ആനകൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ കേരളത്തിൽ ആണ് കൂടുതലായിട്ട് ഇത് കാണുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം. ഇത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ്. അതായത് ആനയെ കൊണ്ടുവന്ന് ഈ പറയുന്ന ചൂടിലും വെയിലിലും നിർത്തി ഈ പറയുന്ന കൊണ്ട് കാണിക്കുന്ന പരിപാടികൾ, ആനയുടെ പുറത്ത് 5-6 പേര് കയറി നിന്ന് കാണിക്കുന്ന പരിപാടികൾ, കൂച്ചുവെല്ലം ഇട്ടുകൊണ്ട് കാണിക്കുന്ന പരിപാടികൾ, അതിനെ അടിച്ചും ദ്രോഹിച്ചും ചെയ്യിക്കുന്ന പരിപാടികളോട് ഒരു യോജിപ്പും എനിക്കില്ല. ഞാനും പലതവണ പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള പണ്ടുപോലെ പറഞ്ഞിട്ടുള്ള വിഷയമാണ്. പിന്നെ ഞാൻ എടുത്തു പറയാത്തത് ചിലരുടെ വിശ്വാസപരമായിട്ട് അത് അവർക്ക് അങ്ങനെയാണെങ്കിൽ നമുക്കതിനൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം ഇത് ഇന്ത്യ ഒരു മതേതര രാജ്യമാണ്. ഓരോരോ മതത്തിൽ അവർക്ക് വിശ്വസിക്കാനും ജീവിക്കാനും അവരുടെ മതം പ്രചരിപ്പിക്കാനും പറ്റുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അവരുടെ മതപരമായിട്ടും വിശ്വാസപരമായിട്ടും ഈ പറയുന്ന ആന അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് വരുന്നെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റത്തില്ല. അതൊരു വലിയ ഘടകം തന്നെയാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇന്ത്യ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഒരാൾക്ക് മതപരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന മതത്തിൽ ഇങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് 100% എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് വിമർശിക്കാം. ബാക്കിയുള്ളത് വിമർശിക്കേണ്ടത് അതത് മതത്തിൽപ്പെട്ട ആളുകളാണ്, അല്ലെങ്കിൽ അതത് വിശ്വാസം മുന്നോട്ട് കൊണ്ടുവന്ന ആളുകളാണ്. അപ്പൊ ആ സംസ്കാരത്തിലും അവരുടെ വിശ്വാസത്തിലും അത് ഉണ്ടോ എന്നുള്ളത്, ഈ ആന കൊണ്ടുവരണം അല്ലെങ്കിൽ ആന ഉത്സവങ്ങൾക്ക് കൊണ്ടുവരണം, നേർച്ചകൾക്ക് കൊണ്ടുവരണം എന്നുള്ളത് ഉണ്ടോ എന്നുള്ളത് അവർ തന്നെയാണ് വന്നിരുന്ന് പറയേണ്ടത്. അതിനെ പറ്റിയിട്ട് തീർച്ചയായും അവർ തന്നെ പറയട്ടെ. പക്ഷെ ബേസിക്കലി ആന എന്ന് പറയുന്നത് ഒരു വന്യജീവിയാണ്. അതിനെ നമുക്ക്
അത് മെരിക്കുമല്ല. അതിനെ ഈ പറയുന്ന പോലെ അടിച്ചും വേദനിപ്പിച്ചും, അതിന് സ്നേഹത്തോടെ വരുന്നതൊന്നുമല്ല. അടിച്ചും വേദനിപ്പിച്ചും അതിനെ കൊണ്ട് നടന്ന് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നടത്തുക. ആനയെ മാത്രമല്ല, നേരത്തെ പുലി, സിംഹം, ഇതിനെല്ലാം സർക്കസിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇടയ്ക്ക് അത് നിരോധിച്ച് പിന്നെ പറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സർക്കസിൽ ഡയറക്റ്റ് പുലിയെ കൊണ്ടുവരും, സിംഹത്തെ കൊണ്ടുവരും. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, പിന്നീട് ആലോചിച്ചിട്ടുണ്ട്, ഇതൊന്ന് ജസ്റ്റ് ഒരു കയറ് കെട്ടി ഒരു ഇറക്കുന്നത്, ഒന്ന് ചാടി അള്ളി ചെയ്തിട്ട് ചാടി കഴിഞ്ഞാൽ എത്ര പേരെ ജീവനാ പോകുന്നത്, എത്ര പേർക്ക് അപകടം ഉണ്ടാവാൻ പോകുന്നത്. പക്ഷെ അത് അന്നത്തെ കാലത്തായിരുന്നു. പിന്നെ എന്തോ മനസ്സിലാക്കി. എനിക്കൊന്ന് കാലാനുസൃതമായ മാറ്റങ്ങളും കാര്യങ്ങളും ഉണ്ടാവില്ല. ഗവൺമെന്റിന് ആ ഒരു ബോധം ഉണ്ടായിട്ടായിരിക്കും സർക്കസിൽ അതിനെ കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയാക്കി. അങ്ങനെ പിന്നീട് അങ്ങനത്തെ വിഷയങ്ങൾ, സർക്കസിൽ മൃഗങ്ങളെ കൊണ്ടുവരാത്ത അവസ്ഥയാണ്. പക്ഷെ അതിന് മുമ്പ് വന്നിട്ടുണ്ട്. ഇനിയും ഇതുപോലെ തന്നെ ഉത്സവങ്ങൾക്കൊക്കെ ആനയെ കൊണ്ടുവരാൻ പറ്റത്തില്ലെന്ന് നിയമം ചിലപ്പോൾ വരുമായിരിക്കാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു സൈഡിൽ ഒരുപാട് ആനപ്രേമികളും ആന ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ കേരളത്തിലുണ്ട്. അവർക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആനയെ സംരക്ഷിക്കണം ഇഷ്ടം ഉണ്ട്. അവർക്ക് ഇഷ്ടമുണ്ട്, ആനയോടുള്ള ഇഷ്ടത്തിനും സ്നേഹത്തിനും ഒരുപാട് ആനപ്രേമികളെ കണ്ടിട്ടുണ്ട്. അവർ ഈ സമയത്ത് നമുക്ക് അവരോട് കുറ്റം പറയാനും പറ്റത്തില്ല, അവർക്ക് ഇഷ്ടമാണ്. പക്ഷെ അതിന്റെ പേരിൽ ആനയെ ദ്രോഹിച്ചും ഇതേപോലെ കൂച്ചുവലം കിട്ടും, അടിച്ചും അതിനെ പേടിപ്പിച്ചും ഭീതിപ്പെടുത്തിയും നടത്തുന്ന പരിപാടികളിലൂടെ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമാകുമ്പോൾ അഷ്കർ അതിനകത്ത് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. കാട്ടിൽ വെച്ച് മനുഷ്യർക്കുണ്ടാവുന്ന, ആനകളിൽ നിന്നുണ്ടാവുന്ന അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങളിൽ നിന്നുണ്ടാവുന്ന അപകടങ്ങളെക്കാൾ കൂടുതലാണ് ഒരുപക്ഷെ നാട്ടിൽ കൊണ്ടുവരുന്ന ആനകളിൽ നിന്ന് മനുഷ്യർക്കുണ്ടാവുന്നത്. അത് വലിയൊരു പോയിന്റ് തന്നെ. നമ്മൾ തന്നെ പിടിച്ചെടുത്തുകൊണ്ട് വന്ന് ഇതിനെ മെരുക്കി ഇത് തന്നെ മനുഷ്യർക്ക് കൊട്ടേഷൻ കൊടുക്കുന്ന പോലെ ആനയെ കൊണ്ട് ഇതെല്ലാം ചെയ്യുന്നു, ആന ഇതെല്ലാം ചെയ്യുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും അറിയേണ്ട വിഷയങ്ങൾ തന്നെയാണ്. അതിനുശേഷം അഷ്കർ അതിനകത്ത് 3-4 പോയിന്റ് കൂടെ വെച്ചിട്ടുണ്ട്. ഈ വർഷം ഇല്ലെങ്കിൽ കഴിഞ്ഞ ഈ ഇടയ്ക്ക് ആന കൊണ്ട് ഉണ്ടായ അപകടങ്ങൾ, അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം ഈ പറയുന്ന KIC എന്ന് പറയുന്ന കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന പരിപാടിക്കാണ് ആനയെ സ്റ്റേജിലേക്ക് ആന വന്നത്. അത് അന്ന് ഇത് ഒരുപാട് വിമർശനവും ഒക്കെ ആയിട്ട് നമ്മൾ അതിനുള്ള ഉത്തരവും കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. പക്ഷേ ഇത് പിന്നെയും വരുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ പറയുന്നു, അത് നമ്മൾ ന്യായീകരിച്ച് മെഴുകുന്നില്ല. നമ്മുടെ ഭാഗത്ത് അന്ന് മിസ്റ്റേക്ക് പറ്റി, നിരുപാധികം അതിന് നമുക്ക് തെറ്റാണെന്ന് തന്നെ നമ്മൾ സമ്മതിക്കുന്നു. ഇനി അങ്ങനത്തെ വിഷയങ്ങൾ വരാതിരിക്കാനായിട്ട് പൂർണ്ണമായിട്ട് നമ്മൾ എല്ലാ തരത്തിലുള്ള മുൻകരുതലുകളും എല്ലാ തരത്തിലുള്ള നടപടികളും തീരുമാനങ്ങളും നമ്മൾ എടുക്കും. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഇനി 10 തവണ ആലോചിച്ച് മാത്രമേ എന്തൊരു പരിപാടിയും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യത്തുള്ളൂ. ഇങ്ങനത്തെ വിഷയങ്ങളിൽ അത് നമുക്ക് ആദ്യമായിട്ടുള്ള സംഭവമായിരുന്നു. അത് നമുക്കത് എന്താ പറയുക, ആനയ്ക്ക് ഇങ്ങനെ ഒരു മെമ്പർഷിപ്പ് കൊടുക്കുമ്പോൾ കേരളത്തിനകത്ത് പരിപാടി ആകുമ്പോൾ ഇത് സ്റ്റേജിൽ വന്ന് മനുഷ്യരെല്ലാം മേടിക്കുന്നു, അപ്പോൾ ആനയും മേടിക്കുന്നുള്ള രീതിയിൽ നമ്മളത് പെട്ടെന്ന് സംഭവിച്ചും പോയി. നമുക്കതൊന്നും പറയാൻ പറ്റും. പക്ഷെ അന്ന് നമ്മൾ പ്രിക്കോഷൻ എടുത്തു. അവിടെ ഫയർ വർക്ക്സ് എല്ലാം ഓഫ് ചെയ്തു, പാട്ടുണ്ടായിരുന്നതെല്ലാം ഓഫ് ചെയ്തു. പക്ഷെ അതൊന്നും ഒരിക്കലും ന്യായീകരണമല്ല ഈ ഒരു വിഷയത്തിൽ. പക്ഷെ കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുമ്പോൾ ഉറപ്പായിട്ടും ഒരു ഇൻഫ്ലുവൻസർ എന്ന രീതിയിൽ നല്ലത് കണ്ട നല്ലതൊന്നും, ചീത്ത കണ്ട ചീത്തയൊന്നും പറയണം. അല്ല ഒരാൾ ഞങ്ങളെ റിയാക്ട് ചെയ്തു, ഒരാൾ ഞങ്ങളെ എങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അയാളെ പോയിട്ട് തെറി വിളിക്കാൽപ്പെട്ട് അതിനുള്ള ആഹ്വാനം കൊടുക്കലല്ല. പറഞ്ഞതിനെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കൃത്യമായിട്ട് നമ്മളത് മുഖവിലേക്ക് എടുക്കുന്നുണ്ട്. ആ ചൂണ്ടിക്കാണിച്ച വിമർശനത്തെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുന്നു. അതിൽ കൃത്യമായി നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് അംഗീകരിക്കുന്നു. ഇനി നമ്മൾ ആ ഒരു മിസ്റ്റേക്ക് തുടരാതിരിക്കാൻ തീർച്ചയായിട്ടും എല്ലാ വിധത്തിലും ശ്രദ്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി ഈ വർഷത്തെ ആനയുടെ പ്രശ്നത്തിലുണ്ടായ കണക്കുകൾ നോക്കണം. ഞാൻ വ്യക്തമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ നേർച്ചയ്ക്ക് എവിടെയോ ചന്ദനക്കൂടത്തിന് ആനയെ കൊണ്ടുവന്നുണ്ടാക്കിയ പ്രശ്നത്തിൽ, ആന വിഷയത്തിൽ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എനിക്ക് ഈ വിഷയത്തിൽ വലിയ താല്പര്യമൊന്നും ഉള്ളതല്ല. പക്ഷെ ആന ഇഷ്ടമുള്ള ഒരുപാടുണ്ട്. ആനയെ കൊണ്ടുവരുമ്പോൾ ഞാൻ പോയി കൈ കെട്ടി നോക്കി ഇത് കാണാറുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ വലിയ ജീവിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനും കാണാറുണ്ട്. പക്ഷെ അതിനെ ദ്രോഹിച്ചും ഇതുപോലത്തെ രീതി ചെയ്ത് കൊണ്ടുവരുന്നതിനോട് ഒട്ടും യോജിപ്പില്ല. അപ്പോൾ ഇനി നിങ്ങൾ ആ ഒരു കണക്കുകളുടെ അഷ്കർട്ടയ്ക്ക് പറയുന്ന ഒന്ന് കണ്ടു നോക്ക്. 2025 ജനുവരി 8-ാം തീയതി തിരൂര് പുതിയങ്ങാടിയിലുള്ള ഒരു നേർച്ചയിൽ ആന ഇടഞ്ഞു ഓടിയിട്ട് ഒരാൾ മരിച്ചിട്ടുണ്ട്. 21 ആൾക്ക് പരിക്കുണ്ട്. 2025 ഫെബ്രുവരി 7-ാം തീയതി പാലക്കാടുള്ള ഏതോ ഒരു നേർച്ചയിൽ നേർച്ച കഴിഞ്ഞ് മടങ്ങി പോകുന്ന സമയത്ത് ആന ഇടഞ്ഞു ഓടിയിട്ട് പാപ്പാനെ തന്നെ കൊന്നിട്ടുണ്ട്. ഫെബ്രുവരി 7-ാം തീയതി തന്നെ ആലപ്പുഴയിൽ ഇതേപോലെ എന്തോ ഒരു നേർച്ചയിലോ എന്തോ ഒരു ആഘോഷ പരിപാടിയിൽ ആന ഇടഞ്ഞു ഓടിയിട്ട് ആനൻ്റെ പുറത്ത് ആനൻ്റെ പാപ്പാനെ കണ്ട് കുടുങ്ങിയിട്ട് മണിക്കൂറുകളോളം നിന്നിട്ടുണ്ട്. ആരും മരിച്ചിട്ടൊന്നുമില്ല. 2025 ഫെബ്രുവരി 10-ാം തീയതി പാലക്കാട് പട്ടാമ്പിയിൽ എങ്ങാണ്ട് ഒരു നേർച്ചയിൽ ആന ഇടഞ്ഞോടിയിട്ടുണ്ട്. പരിക്കുണ്ടോന്ന് അറിയില്ല, ആരും മരിച്ചിട്ടൊന്നുമില്ല, കണക്ക് കിട്ടിയിട്ടില്ല. 2025 ഫെബ്രുവരി 4-ാം തീയതി തൃശ്ശൂരിൽ ഏതോ ഒരു നേർച്ചയിലോ ഒരു ഉത്സവത്തിലെങ്ങാണ്ട് ആന ഇടഞ്ഞോടിയിട്ട് ഒരാൾ മരിച്ചിട്ടുണ്ട്. 2-3 ആൾക്ക് പരിക്കുണ്ട്. 2025 ആയതിനു ശേഷം മാത്രം ആനക്ക് കൊട്ടേഷൻ കൊടുത്ത് കൊണ്ടുവന്നിട്ട് ആന ഇവിടുന്ന് 6 പേരെ കൊന്നിട്ടുണ്ട്.